നമസ്കാരം. ഛത്തീസ്ഗഡിൽ വൻ മുന്നേറ്റങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടുള്ളത്. അതായത് അതിലെടുത്തു പറയേണ്ടത് കർഷക നയങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്ന കർഷക നയങ്ങൾ അധികാരത്തിലേറിയ സമയത്ത് തന്നെ കർഷക വായ്പകളിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നു. ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് കർഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ സർക്കാർ വന്നിരിക്കുന്നത്. അതായത് 2005 19,500 കോടി രൂപയുടെ ഒരു പദ്ധതി ബസ്തർ എന്ന ഒരു കർഷക ഗ്രാമത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ടാറ്റ സ്റ്റീൽ പദ്ധതി ഇട്ടു. ഇത് സർക്കാർ ആ പദ്ധതിക്ക് അനുമതി നൽകുകയും സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് ടാറ്റ സ്റ്റീൽ മുന്നോട്ട് പോകാനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1764 ഹെക്ടറുകൾ സർക്കാർ കർഷകരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു, അതായത് ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് 2008 ഈ പദ്ധതി പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ പദ്ധതി 2008 പൂർത്തീകരിച്ചിട്ടും 2018 ഇതുവരെയായിട്ടും ടാറ്റ സ്റ്റീൽ പദ്ധതിയുടെ യാതൊരു രീതിയിലുള്ള ഒരു കമ്പനിയുടെ ഒരു വരവോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശിലാസ്ഥാപനമോ ഒന്നും ഇതുവരെയായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യം. അതായത് ഈ പ്രൊജക്റ്റ് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ആ സ്ഥലങ്ങൾ ഏറ്റെടുത്തതല്ലാതെ അവിടെ പ്രൊജക്റ്റ് വന്നതായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ടാറ്റ സ്റ്റീൽ പ്രൊജക്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അധികാരത്തിലേറിയിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്ന കോൺഗ്രസ് സർക്കാർ അടുത്ത പ്രഖ്യാപനം അങ്ങ് നടത്തി. കർഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം. കർഷകരിൽ നിന്ന് BJP സർക്കാർ പിടിച്ചെടുത്ത മുഴുവൻ ഭൂമികളും കർഷകർക്ക് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഭൂപേഷ് ബാഗൽ സർക്കാർ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. അതായത് 2005 ഭൂമികളൊക്കെ വീണ്ടും ആ ഏറ്റെടുത്ത ഭൂമിക്ക് അന്ന് BJP സർക്കാർ ഏറ്റെടുത്ത ഭൂമികളൊക്കെ കർഷകരിലേക്ക് തന്നെ തിരിച്ചു നൽകി കൃഷിക്ക് മുൻതൂക്കം നൽകാനുള്ള കർഷകരുടെ വലിയ നീക്കമാണ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതീവ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം കർഷകർക്ക് അന്ന് ആ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള തുകയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അതിന് മുമ്പ് പ്രതിഷേധങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. അതായത് സർക്കാർ നൽകിയിട്ടുള്ള പണം അല്ലെങ്കിൽ ആ ഭൂമിക്കൊത്ത തുക അത് കൃത്യമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബസ്തർ എന്ന് പറയുന്ന സ്ഥലം മാവോവാദികൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥലമാണ് ബസ്തർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നായിരുന്നു സർക്കാർ കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തത്. പക്ഷേ ആ ഏറ്റെടുത്ത ഭൂമിയിൽ ഇതുവരെ ടാറ്റ സ്റ്റീൽ പ്രൊജക്റ്റ് നടപ്പിൽ വരാത്തത് കൊണ്ട് അത് തിരിച്ചു നൽകി കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു അതീവ പ്രശംസനീയമായ നീക്കമാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.